മോൻ കിടന്നു, ഇനി രാവിലെ എഴുതാം. ഇത് രാവിലെ എഴുതിയാലൊന്നും ശരിയാവൂലമ്മ. അതെന്താ അങ്ങനെ? ഇത് വളരെ നിശബ്ദമായി ആലോചിച്ചെഴുതേണ്ടതാണ്. എന്നാലും പറയേ, കേക്കട്ടെ. മലയാള പ്രബന്ധം. വിഷയം മാതാപിതാക്കളിൽ നിന്നും നിങ്ങൾ എന്ത് പഠിച്ചു. മുകുന്ദൻ സാറിന്റെ വിഷയ. നാളെ രണ്ടാമത്തെ പീരീഡ് ഇത് മേശപ്പുറത്ത് വെച്ചിട്ടില്ലെങ്കിൽ മീശ വിറപ്പിച്ചൊരു നോട്ടുണ്ടാവും. എന്റെ അമ്മോ. എന്നിട്ട് എഴുതി തീരാറായോ? ആ, ഒരു പേജും കൂടി ഉണ്ട്. മോൻ എഴുതിയെടുത്തോളൊന്ന് വായിച്ചേ, ഉമ്മ കേക്കട്ടെ. ഇതങ്ങനൊന്നും വായിക്കാൻ പറ്റൂലമ്മ. ശരി, മോൻ ബാക്കിയും കൂടെ അങ്ങ് എഴുതിക്കോ. ഞാൻ പോയി ഉറങ്ങട്ടെ. ആ ശരി. മാതാപിതാക്കളിൽ നിന്നും നിങ്ങൾ എന്ത് പഠിച്ചു. ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ ഉപ്പ ഗൾഫിലാണ്. 2 വർഷത്തിൽ 2 മാസമാണ് ഉപ്പ എൻ്റെ കൂടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഉപ്പയിൽ നിന്നും ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഉമ്മയിൽ നിന്നാണ് ഞാൻ പല നല്ല ഗുണങ്ങളും പഠിക്കുന്നത്. മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, ഗുരുനാഥന്മാരെ എങ്ങനെ പരിഗണിക്കണം, അതിഥികളെ എങ്ങനെ ആദരിക്കണം, പ്രായമുള്ളവരോട് എങ്ങനെ പെരുമാറണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഉമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നു. ഉപ്പ ഗൾഫിൽ നിന്ന് അയക്കുന്ന പണത്തിൻ്റെ വില എനിക്ക് മനസ്സിലാക്കി തന്നു. അതുകൊണ്ട് തന്നെ വെള്ളം, കറണ്ട് തുടങ്ങിയവയുടെ പോലും ഉപയോഗത്തിൽ വരുന്ന ധൂർത്ത് ഉമ്മയുടെ പരിശീലനം ഏറെ സഹായിച്ചു. മറ്റുള്ളവരെ അനുകരിച്ച് ജീവിതം വികൃതമാക്കുന്നതിന് പകരം സ്വന്തമായൊരു ജീവിതശൈലി വളർത്തിയെടുക്കാൻ പരിശീലിപ്പിച്ചത് ഉമ്മയായിരുന്നു. ഉമ്മ ഞങ്ങൾക്ക് എല്ലാമാണ്. ഉപ്പ നാട്ടിലില്ലാത്ത കുറവ് പോലും ഉമ്മ ഞങ്ങളെ അറിയിക്കാറില്ല. ഫാഷൻ ഡ്രസ്സുകൾ മാറി മാറി ധരിച്ചു മറ്റുള്ളവർക്കിടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് പകരം പഠനത്തിൽ മുന്നേറി ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ടുവേണം സമൂഹത്തിൽ ഉയർന്നു നിൽക്കാൻ എന്ന് ഉമ്മ പലപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ ഉമ്മയുടെ മകനായി ജനിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്താകുമായിരുന്നെന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. വാലേക്കും അസ്സലാം. എന്താ പതിവ് തെറ്റിച്ചുകൊണ്ട് നേരത്തെ ഒരു വിളി? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരു പ്രശ്നമില്ല, എല്ലാം നിലക്ക് റാഹത്താണ്. അല്ല, ഈ ആഴ്ചയിൽ തന്നെ 2 വിളി വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്തോ വിഷമമുണ്ടായിട്ടുണ്ടെന്ന്. ഈ ലോകത്ത് എനിക്ക് മാത്രം ഇപ്പം വിഷമില്ലാന്ന് തോന്നണത്. അതെന്താ അങ്ങനെ? നമ്മുടെ മോനെഴുതിയ മലയാള പ്രബന്ധം കണ്ട് മനസ്സ് നിറഞ്ഞു പോയേക്ക. മലയാള പ്രബന്ധോ? എന്താ നീ പറയണത്? സ്കൂളിലെ മലയാള മാഷ് കുട്ടികൾക്ക് കൊടുത്ത പ്രബന്ധത്തെ പറ്റിയാണ് ഞാൻ പറയണത്. വിഷയം എന്താണെന്ന് കേക്ക് അറിയോ? മാതാപിതാക്കളിൽ നിന്നും നിങ്ങൾ എന്ത് പഠിച്ചു എന്ന്. അവൻ എഴുതിയത് കണ്ട് സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിക്ക. അതാ ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളെ വിളിച്ചത്. ആഹാ, നീ സസ്പെൻസ് ഇടാതെ അവൻ എന്താ എഴുതിയെന്ന് വായിക്ക്, ഞാനും കൂടി ഒന്ന് കേക്കട്ടെ.
ഓർമ്മ വച്ച കാലം മുതൽ എൻ്റെ ഉപ്പ ഗൾഫിലാണ്. 2 വർഷത്തിൽ 2 മാസമാണ് ഉപ്പ എൻ്റെ കൂടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഉപ്പയിൽ നിന്നും ഞാനൊന്നും പഠിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് ഇക്ക? നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. മോനോട് എൻ്റെ അഭിനന്ദനം അറിയിക്കണം. തീർച്ചയായും. അതിലെ ആദ്യത്തെ വാചകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുവെന്ന് നീ അവനോട് പ്രത്യേകം പറയണം. പറയാം. ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ ഉപ്പ ഗൾഫിലാണ്. 2 വർഷത്തിൽ 2 മാസമാണ് ഉപ്പ എൻ്റെ കൂടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഉപ്പയിൽ നിന്നും ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഉപ്പയിൽ നിന്നും ഞാനൊന്നും പഠിച്ചിട്ടില്ല.